ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിനിടയിലേക്ക് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ കാർ ഓടിച്ചു കയറ്റിയതായി ആരോപണം. കേസെടുക്കാതെ 1000 രൂപ പിഴ ഈടാക്കി ജൂലിയസ് നിക്കിതാസിനെ പോലീസ് വിട്ടയച്ചതിനെതിരെ ആക്ഷേപമുയർന്നു. എന്നാൽ വാഹന വ്യൂഹത്തിനിടയിലേക്ക് കാർ കയറ്റിയില്ലെന്നും പോലീസ് മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തെന്നും ജൂലിയസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് സംഭവം. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള കോഴിക്കോട്ടെ വീട്ടിലേക്ക് വരുമ്പോൾ മാവൂർ റോഡിൽ വെച്ച് ജൂലിയസ് ഓടിച്ച കാർ വാഹന വ്യൂഹത്തിനിടയിലേക്ക് കയറി. പോലീസ് തടഞ്ഞതോടെ വാക്കേറ്റമുണ്ടായി. തുടർന്ന് കാർ കസ്റ്റഡിയിലെടുക്കുകയും 1000 രൂപ പിഴ ഈടാക്കി കസബ പോലീസ് ജൂലിയസിനെ വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ ആരോപണങ്ങൾ ജൂലിയസ് നിഷേധിച്ചു. വാഹന വ്യൂഹത്തിലേക്ക് കാർ കയറ്റിയിട്ട് ഇവർക്ക് CCTV പരിശോധിക്കാമല്ലോ, മാവൂർ റോഡിലാണ്, CCTV പരിശോധിക്കാം, ആരാണ് എങ്ങോട്ടാണ് കയറ്റിയെന്ന്, ഏത് വണ്ടിയാണ് റോങ്ങിലേക്ക് കയറിയെന്നൊക്കെ മനസ്സിലാവും. പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കായിരുന്നു. ഞാനും അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ലൈനിൽ ലെഫ്റ്റിൽ ഞാനും റൈറ്റ് സൈഡിൽ അവരുടെ വാഹന വ്യൂഹമൊക്കെ വേറെ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കായിരുന്നു. പിന്നെ കുറച്ച് മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി, എടാപോടാ വിളിയൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മോശമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ നീ ആരാടാ എന്നോട് ചോദിച്ചു. ഈ സാജു കെ ഇബ്രാഹിം എന്നുള്ള ACP. അപ്പോൾ ഞാൻ വളരെ രൂക്ഷമായിട്ട് അതിന് പ്രതികരിക്കുകയും ചെയ്തു. ഈ ട്രാഫിക് SI ആയിട്ടുള്ള ശ്രീകുമാർ എന്നെ പോലീസുകാരോട് കയർത്ത് സംസാരിക്കുകയും ചോദിച്ചു. എൻ്റെ കണ്ണിനടിച്ച്, ഈ ഇടത് കണ്ണിന് കൂട്ടി അടിക്കാണിത്. സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, കോഴിക്കോട്.